സ്കൂളിലേക്ക് പോകണ്ട. കാരണം എന്താ വെച്ചാൽ സ്കൂൾ തുറന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എന്തിനും പോണേ? മീറ്റിങ്ങിന് പോകണ്ട ഞങ്ങള്. അതുകൊണ്ട് ഈ ബാഗൊക്കെ ഇമ്മ ഫോൺ ബാഗിലിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാഗ് എടുത്തത്. സ്കൂളിൽ മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പം അതിന് വേണ്ടി പോവുകയാണ്. 10 മണിക്കാന്ന് പറഞ്ഞപ്പോൾ ഏകദേശം 10:30 ആയിട്ടുണ്ട് കേട്ടോ. മീറ്റിംഗ് കഴിഞ്ഞോ ഇല്ലേന്നറിയില്ല. മഴയാണ്, നല്ല മഴയാണ് കേട്ടോ. പോയി നോക്കാം. ബാഗ് ഇഷ്ടായോ? ബാഗ് ഇഷ്ടായ താഴെ കമന്റ് ചെയ്തേക്ക്. ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്. ഒരാളവിടെ കാത്ത് നിൽക്കുന്നുണ്ട്. വേറെ ആരല്ല എന്റെ വാപ്പയാണ് വണ്ടി ഓട്ടുന്നത്. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്റെ വാപ്പ വണ്ടി ഓട്ടണില്ല. പക്ഷെ സ്കൂൾ തുറന്നില്ല. കാരണം എന്താ വെച്ചാൽ എന്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല മഴ ഉണ്ടാ. അപ്പോൾ കുഞ്ഞാറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇതാ സ്കൂളെത്തി. ഏകദേശം നല്ല സമയം വൈകിയിട്ടുണ്ട് കേട്ടോ. 10 മണി വരെ നമ്മൾ മഴ പോകാൻ കാത്തിരുന്ന് 11 മണി ആവാറായിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. മീറ്റിംഗ് കഴിയാറായി, സംഭവം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോഴാണ് നമ്മൾ കയറി ചെന്നത് കേട്ടോ. അവർ മെയിനായിട്ട് നമ്മുടെ ബുക്കിൻ്റെ കാര്യം, യൂണിഫോമിൻ്റെ കാര്യമൊക്കെ മെയിനായിട്ട് ചർച്ച ചെയ്യാനാണ് അവർ വിളിച്ചിരിക്കുന്നത്. പിന്നെ ക്ലാസ് ടൈമും പിന്നെ ജൂൺ 2ാം തീയതി ക്ലാസ് തുടങ്ങുമ്പോഴുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടി ഒന്നും കൂടി പറഞ്ഞു കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റ് അന്തം വിട്ട് നോക്കി നിൽക്കേണ്ട. ആകെ കൂടി എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടുള്ള പ്രശ്നമാണ്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞാറ്റിൻ്റെ ടീച്ചറാണ് കേട്ടോ, LKG ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ വന്നിട്ട് എല്ലാവരും കൂടെ വന്ന് ചോദിക്കുകയാണ്, ഇരുച്ചിരി വന്നതല്ലേ, ഞങ്ങളെല്ലാവരും കണ്ടു, ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ടീച്ചറിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറയുകയാണ്. മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം കുഞ്ഞാറ്റിക്ക് എല്ലാ സാധനങ്ങളും മേടിക്കാൻ വേണ്ടി കോങ്ങാട് പോകാൻ വേണ്ടി. അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചെയറൊക്കെ മഴ നനയാൻ വേണ്ടി വെച്ചിരിക്കുന്നുണ്ട്, വൃത്തിയാൻ വേണ്ടിയിട്ട്. ഫുൾ ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ. പൊടി കുറേ ദിവസം അടച്ചിട്ടുകൊണ്ട് തന്നെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അടിച്ച് കഴുകി വൃത്തിയാക്കുന്നത്. മഴയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ കോങ്ങാട് എത്തി കേട്ടോ. കോങ്ങാട് ആദ്യം പോയത് ATM നിന്ന് പൈസയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇതാ ഒരു കടയിൽ കയറി. ഇത് എല്ലാം ഉള്ള ഒരു കടയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര തിരക്കുണ്ട്, ഉള്ളിലേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ആദ്യം നോക്കിയ ചെരുപ്പാണ് കേട്ടോ. ചെരുപ്പ് കുറച്ച് ഗ്രിപ്പുള്ളത്, അവൾ ഇടയ്ക്കിടയ്ക്ക് വഴുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രിപ്പുള്ളത് നോക്കിയപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു സാധാ മഴയല്ലേ, ഇപ്പോൾ വേറെ ഒന്നും മേടിച്ചിട്ട് കാര്യമില്ല, സാധാ പോലെ ചെരുപ്പ് മേടിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നല്ല കുപ്പികളൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റീൽ കുപ്പി മേടിക്കണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ ഇവിടെ നിന്നെല്ലാം നോക്കി. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഒന്നും മേടിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ കടയിൽ കയറി ചെരുപ്പ് നോക്കാൻ വേണ്ടി. ആദ്യം ചെരുപ്പ് നോക്കാൻ പറഞ്ഞപ്പോൾ ചെരുപ്പ് തന്നെ നോക്കണം എന്നൊരു വാശിയാണ് കാക്ക്. അങ്ങനെ ചെരുപ്പം ആദ്യം തന്നെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ മെയിനായി ചെരുപ്പ് മേടിക്കുന്ന ഒരു കടയുണ്ട്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞാറ്റിക്ക് ഇത് ഇങ്ങനെ കെട്ടണത് വേണമെന്ന് പറഞ്ഞു. പിന്നെ അടിയിൽ നല്ല ഗ്രിപ്പുള്ള വഴുക്കാത്തത് നോക്കി നല്ല ഈ മഴയത്തൊക്കെ ഇടാൻ പോലെ മേടിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞാറ്റപ്പെട്ട ഒരു കറുപ്പ് കളറില്ലേ, അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പക്ഷെ ഇക്കാക്ക് ഇഷ്ടമായത് ഈ കയ്യിൽ പിടിച്ചിരിക്കുന്നതാണ്. ഇക്ക പറയുന്നു ഇത് മതിയെന്ന്. അവൾ പറഞ്ഞു അവളുടെ കാലിലിട്ടത് മതിയെന്ന്. കാരണം അവളുടെ കാലിലിട്ടത് ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പാണ്. ഇക്ക എടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ടൈപ്പാണ് കേട്ടോ. അവൾക്ക് ഒട്ടിക്കുന്ന ടൈപ്പിനോടാ തോന്നുന്നു താല്പര്യം. അവൾക്ക് ഒറ്റയ്ക്ക് ഇടാമല്ലോ. അത് പറഞ്ഞിട്ട് കുട്ടി അതന്നെ വേണം പറയും കേട്ടോ. ഫൈനലി അത് രണ്ടും എടുത്തില്ല, വേറെ ഒന്നാണ് എടുത്തിട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് പോയി കേട്ടോ. കാരണം കോട്ട് നോക്കാൻ പോയതാണ്. പിന്നെ കണ്ണാടി കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോൾ മുകളിൽ ഭയങ്കര ബാഗിൻ്റെയും കുട്ടികളുടെ ബാഗിൻ്റെയും വലിയവരുടെ ബാഗിൻ്റെയും പിന്നെ കോട്ടിൻ്റെ കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ. കോട്ടൊക്കെ നോക്കിയപ്പോൾ ഏകദേശം അവർ പറഞ്ഞ കോട്ടിൻ്റെ റേറ്റൊക്കെ 600, 700 അങ്ങനെ സംതിങ് റേറ്റുള്ള കാര്യങ്ങൾ. നമുക്ക് അത്ര വിലയുള്ളതൊന്നും വേണ്ടല്ലോ. അപ്പോൾ അവർ കാണിച്ചു തരുന്നതൊക്കെ ഏകദേശം ഇപ്പോൾ ഈ കാണിച്ചു തരുന്നതിന് ഒരു 600 സംതിങ് ഉണ്ട്. പിന്നെ ഒരു വൈറ്റ് സാധാ കോട്ടിന് എത്ര 400, 500 സംതിങ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വല്ല അവിടെ നിന്ന് നീങ്ങി. കാരണം ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്നാമത്തെ അവൾ ഇപ്പോൾ ഓട്ടോയിലാണ് പോണത്. അപ്പോൾ നമ്മൾ കയറ്റി വിടുക, അവിടെ വന്ന് ഇറങ്ങുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്തായാലും മഴയല്ലേ, ഒന്ന് കയ്യിൽ വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നോക്കിയ പോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ താഴേക്ക് വന്ന് നമ്മൾ ചെരുപ്പ് ബില്ലാക്കി. അപ്പോഴാണ് ബോക്സ് കണ്ടത്. അപ്പോൾ ബോക്സും കൂടി മേടിക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ വിചാരിച്ചു പൗച്ച് പോലെ മേടിച്ച് കൊടുക്കാമെന്ന്. പിന്നെ കളർഫുള്ളല്ലേ, കുട്ടികൾക്ക് ഇങ്ങനെ കളർഫുള്ളായി കാണുന്നതല്ലേ ഇഷ്ടം. അപ്പോൾ ഞാനിതാ ഈ മഞ്ഞ ബോക്സ് മതി എന്ന് പറഞ്ഞാൽ അതെടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ വെല്ല ഇറങ്ങി. അത് കഴിഞ്ഞ് പോയത് പിന്നെ കുഞ്ഞാറ്റയ്ക്ക് സാധാരണ ഇടാനുള്ള ട്രൗസറും ബനിയനൊക്കെ ഇടാനാണ്. അവൾക്ക് എന്തായാലും അവൾ ഉടുപ്പും കാര്യങ്ങളും, കാരണം നമുക്ക് എല്ലാ ബുധനാഴ്ചയും കളർ ഡ്രസ്സാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഇട്ടിട്ട് പോകാനുള്ള ബനിയനും ട്രൗസറും കാര്യങ്ങളൊക്കെയാണ് നോക്കണത്. പിന്നെ അവൾക്ക് യൂണിഫോമിന് നമ്മൾ ട്രൗസർ എടുക്കണം. അവർ ടീഷർട്ട് തരുന്നതാണ് പറഞ്ഞത്. ഒരു യെല്ലോ
ബ്ലാക്ക് കോമ്പിനേഷനുള്ള എന്താണ് ബ്ലാക്ക് പ്ലെയിന് നമ്മൾ എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ അവൾക്ക് സാധാ ഇടാൻ 2-3 ബനിയൻ മേടിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫാൻസിലേക്ക് കയറിയിട്ടോ. ഫാൻസിക്ക് കയറിയപ്പോൾ അവൾക്ക് ആദ്യം വേണ്ടത് എന്താ പറയുക സ്നാക്സ് ബോക്സ്, ടിഫിൻ ബോക്സിന് ആവശ്യമില്ല. കാരണം അവൾക്ക് ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് ഭക്ഷണം. അപ്പോൾ നമ്മളൊരു പ്ലേറ്റ്, നല്ലൊരു പ്ലേറ്റ് മേടിച്ച് കൊടുത്തയക്കണം. പിന്നെ അവൾ വന്ന ഉടനെ കൊടയൊക്കെയാണ് കേട്ടോ. കണ്ണ് എന്തൊക്കെയാണ് കണ്ണിൽ പരതുണ്ട്. പെൻസിൽ, റബ്ബറൊക്കെ മേടിക്കും, ബുക്ക് മേടിക്കും. അവൾക്ക് കമ്മൽ മേടിക്കണം കേട്ടോ. കാരണം നമുക്ക് ഗോൾഡൊന്നും ഇട്ട് കൊടുക്കുന്നത് സേഫ് അല്ല. അപ്പോൾ അത് അയച്ചു വെച്ചിട്ട് സാധാ കമ്മൽ മേടിക്കണം വിചാരിച്ചു. കുറേ നോക്കി കേട്ടോ. കാരണം അവൾക്ക് പെട്ടെന്ന് അവൾക്ക് അയച്ചെടുക്കാൻ പറ്റാത്തതും കുറച്ച് നിൽക്കുന്നതായിട്ടുള്ള കമ്മലാണ്. ഒരുപാട് വെയിറ്റ് ഇല്ലാതെ കുട്ടിയല്ല. അങ്ങനെ കുറേ നോക്കി. പക്ഷെ എനിക്ക് കാര്യമായിട്ടൊന്നും അങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കളറ് പോകുമല്ലോ. കുളിക്കുമ്പോൾ ഒക്കെ ആയിട്ട് കുറേ കഴിഞ്ഞ് കളറ് പോകും. അപ്പോൾ ഇങ്ങനെ മേടിക്കാൻ ഇങ്ങനെ വരണമല്ലോ ഈ മഴക്കാലത്ത്. അപ്പം ഞാൻ വിചാരിച്ചു ഗോൾഡ് കവറേജ് ഉള്ളത് മേടിക്കുക. അതാണെങ്കിൽ അത്ര പെട്ടെന്ന് കളറും പോവില്ല. പിന്നെ നമുക്ക് സിമ്പിളായിട്ടൊന്ന് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ നോക്കി. അപ്പോൾ അതിനൊരു ഇഷ്ടമുള്ളതൊന്നും എടുത്തു കേട്ടോ. പിന്നെ നമ്മളിത് ഏകദേശം ബുക്ക്, പെൻസിൽ, റബ്ബർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ ഇറങ്ങി അവിടെ നിന്ന്. പിന്നെ നമ്മളിതാ വേറെ കടയിൽ കയറി. ഇവിടെ നിന്നാണ് നമ്മൾ മെയിനായിട്ട്. പിന്നെ പ്രത്യേകം പറയാനുള്ള കാര്യം, കുഞ്ഞാറ്റ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കരഞ്ഞ് വാശി പിടിച്ച് ഒരു കളിപ്പാട്ടം മേടിച്ചിട്ടുണ്ട്. അവർ ഫ്രീ ആയി കൊടുത്താണ് കേട്ടോ. ഞാൻ മേടിച്ച് കൊടുക്കുന്നില്ല വിചാരിച്ചു. കാരണം ഒക്കെ വെറുതെ വേസ്റ്റായി കളയണം. അങ്ങനെ നമ്മളിതാ വേറെ കടയിൽ കയറി. ഇവിടെ നിന്നാണ് ബുക്കൊക്കെ മേടിച്ചത്. കോഴിമുട്ട വാങ്ങുന്നൊക്കെ അവൾ പറയും കേട്ടോ. അങ്ങനെ ഇവിടുന്ന് കുപ്പിങ്, സ്ലേറ്റ് പെൻസിലും അങ്ങനെ സംഭവങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഭയങ്കര മഴ കേട്ടോ. ഞാനൊക്കെ ഒരു കോട്ടും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാ കോട്ട്, ഇതേപോലത്തെ ഒരു കോട്ട് കേട്ടോ. ഇത് അവൾക്ക് ഇപ്പോൾ അവൾക്കിത് മതി. കാരണം ഇതിൻ്റെ ആവശ്യമില്ല. നമ്മളെങ്ങനെയും വണ്ടിയിൽ പോകുമ്പോൾ മാത്രം ആവശ്യമില്ല. സ്കൂളിൽ ഇപ്പോൾ അതിന് ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീടെത്തിയിട്ടോ. ഇവിടുത്തെ ഇപ്പോൾ ഭയങ്കര നനഞ്ഞിട്ട് ആകെ മൊത്തം നനഞ്ഞ്. കുഞ്ഞാറ്റ മാത്രം നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കോട്ട് മേടിച്ചുകൊണ്ട് സേഫായിട്ട്. ഞാൻ കോട്ടം തൊട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ നനഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകുന്നിരിക്കണുള്ളൂ. കുഞ്ഞാറ്റയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചെന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഇതാ ഒരു സ്ലൈറ്റ് മേടിച്ചു. കുഞ്ഞാറ്റ കാണിച്ചു കൊടുക്ക്. എന്താ മേടിച്ചു? സ്ലൈറ്റ് മേടിച്ചു. ഇതെന്തിനാ? എഴുതാൻ. പിന്നെന്താ 3 ബുക്ക് മേടിച്ചു. ഒരേപോലത്തെ 3 ബുക്ക്. അവർക്ക് ചെക്ക് ബുക്കാണ് കേട്ടോ. ഇതാ ഇതേപോലെ ചെക്ക് ബുക്കാണ്. ചെക്കാണ് കേട്ടോ. കാരണം അവർക്ക് ആ കള്ളിയിൽ ഇങ്ങനെ എഴുതി കറക്റ്റ് ഇതിൽ പഠിക്കാമല്ലോ. ഇപ്പോൾ 3 നോട്ട്ബുക്ക് ഇപ്പോൾ തൽക്കാലം മതി. 3 മേടിച്ച്. പിന്നെ അവൾ കാണിച്ചു. ബോക്സ് മേടിച്ചു. സാധ്യതയൊക്കെ പറ്റുമെന്ന്. എത്ര കാലം ആയുസ് ഉണ്ടാവും എന്നറിയില്ല. പക്ഷെ ആദ്യമേ പോവല്ലേ, കളർഫുള്ളായിട്ടുള്ള കാർഡ് കാണും. അങ്ങനെയെങ്കിലൊക്കെ പഠിക്കട്ടെ അല്ലേ. പിന്നെ ഒരു അപ്സരൻ്റെ പെൻസിലുകൾ മേടിച്ചു. ഓരോ ദിവസം ഒന്നായിരിക്കുമല്ലോ. നെയിം സ്ലിപ്പൊക്കെ സാധാ പോലെ മേടിച്ചു കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചു ഹവായി മേടിക്കാമെന്ന്. പിന്നെ കുറച്ച് ഗ്രിപ്പ് കിട്ടുന്ന പോലെ ചെരുപ്പ്. ഇതൊക്കെ ഇപ്പം തന്നെ ഇടൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മേടിച്ചിട്ട് വന്നുള്ളൂ. അതിൽ പൊടിയും ചിലയൊക്കെ ആക്കൽ കഴിഞ്ഞു. ചെരുപ്പ് ഇഷ്ടമായോ? അവൾ ചെരുപ്പ് തിരയുമ്പോൾ അറിയാം ഇതാ ഇങ്ങനത്തെ ഒട്ടിക്കണത് വേണം, അവൾക്ക് വേഗം ഇടാൻ പറ്റുന്ന പോലെ വേണം എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ സെലക്ട് ചെയ്ത് മേടിച്ചാണ് കേട്ടോ. മതി. കുറച്ച് അവൾക്ക് യെല്ലോ ടീഷർട്ടും ബ്ലാക്ക് ട്രൗസറുമാണ് കേട്ടോ. അപ്പോൾ ട്രൗസർ നമ്മൾ മേടിക്കണം എന്ന് പറഞ്ഞു. ടീഷർട്ട് ഇനി സ്കൂൾ തുറക്കാൻ പോണ സമയത്ത് കിട്ടും. അപ്പോൾ നമ്മളിത് കുറച്ച് ബ്ലാക്ക് ട്രൗസറുകൾ മേടിച്ചു കേട്ടോ. പിന്നെ അവൾക്ക് സാധാരണ ഇടാൻ ഇപ്പം എന്തായാലും ബുധനാഴ്ച ഒരു കളർ ഡ്രസ്സാണ് കേട്ടോ. ഫസ്റ്റ് ദിവസം ബുധനാഴ്ചയും കളർ ഡ്രസ്സാണ്. ബുധനാഴ്ച എല്ലാ ദിവസങ്ങളും കളർ ഡ്രസ്സാണ്. അപ്പോൾ 2 ബനി സാധാ ഇങ്ങനെ കാണിച്ചാൽ കാണാൻ പറ്റില്ല. ഒരു സാധാ ബനിയന് മേടിച്ചു കേട്ടോ. അവൾക്ക് ഇതാണ് കംഫർട്ട്. കാരണം ഉടുപ്പൊന്നും ഇടുമ്പോൾ കുറച്ചൊക്കെ നനഞ്ഞ് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവൾക്ക് ഉണങ്ങി കിട്ടില്ല കേട്ടോ ഉടുപ്പ്. അതെ, അതുകൊണ്ടാണ് ഞാൻ ടീഷർട്ട് വാങ്ങിട്ടോ. ഇത് ഇപ്പുറത്ത് ഉണ്ട് കേട്ടോ. അത് അളവ് നോക്കുമ്പോ ഇപ്പുറത്ത്. ശരി, ഞാൻ പറയട്ടെ. അങ്ങനെ ഇത് 2 തൽക്കാലം ഇടാൻ മേടിച്ചാണ് കേട്ടോ. പിന്നെ ഇതെന്താ, ഇത് ഫാൻസിന്ന് മേടിച്ചാണ് കേട്ടോ. ചെറിയൊരു കുഞ്ഞ് കമ്മല് മേടിച്ചു കേട്ടോ.
ചെഡ് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാക്ക് ഇത് ഇഷ്ടമായി പറഞ്ഞു. കാരണം ഗോൾഡൊന്നും ഇനി സ്കൂളിൽ പോകുമ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അയച്ചു വെക്കണം. ചെറിയൊരിത് മേടിച്ചു. ഫാൻസി ആണെങ്കിൽ ഇത് കളർ പോവും. ഇതാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കളറൊന്നും പോവില്ലല്ലോ. 8 പെൻസിൽ മേടിച്ചു കേട്ടോ. പിന്നെ ഇതാ 2 കർച്ചീഫ് മേടിച്ചു. മെയിനായിട്ട് വേണ്ട 2 സംഭവങ്ങളാണ്. പിന്നെ ഒരു ബുക്ക് കവർ ചെയ്യുന്ന ഒരു സാധനം മേടിച്ചു കേട്ടോ. പിന്നെ ഇതാ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചു. ബാഗൊക്കെ പിന്നെ അവൾ തൂക്കിയിട്ട് കാണും. ഇത് താത്ത മേടിച്ചു കൊടുത്താണ് കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ സാധനങ്ങൾ. ഇപ്പം തൽക്കാലം ഇതൊക്കെ മതിയല്ലോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ കുഞ്ഞാറ്റയ്ക്ക് മേടിച്ചത്. ആദ്യമായിട്ട് കുട്ടി സ്കൂളിൽ പോകുമല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോവോ പോയിരിക്കുകയോ. ഇവിടെ പിന്നെ അംഗനവാടിയിലും പോയിരുന്നിട്ടില്ലല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം ഈ സാധനങ്ങളൊന്നും എടുത്തു വയ്ക്കാൻ അവൾ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ എടുത്ത് കളിയാണ്. സ്കൂളിൽ പോണ വരെ ഇത് ഉണ്ടാവുമെന്നും അറിയില്ല. അപ്പോൾ കുഞ്ഞാറ്റ സാധനങ്ങളൊക്കെ കണ്ടില്ലേ. ഇനി മുടിയും കൂടി വെട്ടിക്കണം കേട്ടോ അവളിനെ. നല്ല വൃത്തിയിൽ ഫ്രണ്ട് ഭയങ്കര കണ്ണിക്കാവുന്നുണ്ട് മുടി. ഇപ്പം മുടിയും കൂടി വെട്ടിക്കണം. പിന്നെ അവൾക്ക് സ്നാക്സ് ബോക്സ് മേടിച്ചിട്ടില്ല. ഫുഡ് ഉച്ചയ്ക്ക് സ്കൂളിൽ തന്നെ ഉണ്ടാവും. സ്നാക്സ് ബോക്സ് മേടിച്ചിട്ടില്ല അല്ലേ. അപ്പം ഇന്ന് പോയിട്ട് മുടിയും വെട്ടണം. എന്താണ് സ്നാക്സ് ബോക്സ് വാങ്ങണം കേട്ടോ. അപ്പോൾ ഇത്രയും വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.